Hello friends, welcome to our channel. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു 3 month റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ Vivo X200F ന്റെ ഒരു 3 മാസത്തെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു 50000 റേഞ്ചിൽ നിങ്ങൾ ഒരു കോമ്പാക്ട് ഫോൺ, അതും പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നോക്കുന്ന ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, പ്രത്യേകിച്ച് കോമ്പാക്ട് സെക്ഷനിൽ, അതായത് കോമ്പാക്ട് ഫോൺ സെഗ്മെന്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ഒരു സർവേ ഒക്കെ വന്നിട്ടുണ്ടാകും. അതിൽ ഈ കോമ്പാക്ട് ഫോണുകൾക്ക് ഭയങ്കര ഒരു പ്രിയം ഏറിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സെയിൽസും ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇപ്പം മിക്ക എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ കോമ്പാക്ട് ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ OnePlus 13s ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ OnePlus 13s നമ്മളൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഞാനൊരു റീസെൻ്റ്ലി ഉപയോഗിക്കുന്ന നമ്മുടെ ഇതൊക്കെ നമുക്ക് കോമ്പാക്ട് ഫോൺ സെക്ടറിൽ പറയാവുന്നതാണ്. നമ്മുടെ എന്താ പറയുക, Pixel 10, Pixel 9 ഇപ്പോൾ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ആദ്യം സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ദീപാവലിയുടെ സെയിൽസിന് മുമ്പുള്ള സെയിൽസ് 52 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സാധനം. ആ റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പിക്സൽ ലവറാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ Pixel 10ലേക്ക് കൊണ്ടുവരും. അപ്പോൾ കോമ്പാക്ട് ഫിനാക്സ് 25 ഉണ്ട്, ഐഫോൺ നോർമലി ഉണ്ട്. ഇപ്പോൾ അത് പിന്നെ വേറൊരു ഇതാണ്, എന്താ പറയുക, iOS ആണ്, ആൻഡ്രോയിഡ് സെഗ്മെന്റിൽ വരുന്ന സാധനമല്ല, അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിന് വേറെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ, അവരുടെ ഓപ്പൺ സോഴ്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല, കോമ്പറ്റീഷൻ വരില്ല. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇത് ആക്ച്വലി 12 GB 156 GB വരുന്നുണ്ട്, അതായത് ബേസ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മൂന്ന് കളറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാം, ഒരു യെല്ലോ, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ. ഇത് ബ്ലൂ ആണ് കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു ലൈറ്റ് കളർ ബ്ലൂ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ iPhone 15 സമയത്ത് കുറേ കളർ ഇറക്കിയിരുന്നതില്ലേ, അതിലത്തെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അതേ കളർ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു യൂസേജ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം, നമുക്ക് ഓരോ സെഗ്മെന്റിലേക്കായിട്ട് തന്നെ കടന്നു പോകട്ടെ. നമുക്ക് എത്ര ഭയങ്കര ക്യുക്കായിട്ട് തന്നെ പോകാം. നമുക്ക് മാക്സിമം ഞാൻ അധികം ടൈം ഒന്നും എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ കുറേ പേര് ചിലപ്പോൾ ഞാൻ എന്തായാലും ദീപാവലി സെയിൽസിലൊക്കെ എന്തായാലും Vivo X200F അല്ലെങ്കിൽ ഒരു 50000 റേഞ്ചിൽ എന്തായാലും ഫോൺ നോക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്യാമറ ഫോൺസ് കുറേ പേര് നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാൻ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. അതിൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്, നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്താൽ നമ്മൾക്കത് കയറിയിട്ട് നമ്മുടെ എന്താ പറയുക, ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ സെയിൽസിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ നല്ല ഡീൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ്സ് എടുത്ത് വയ്ക്കാൻ മറക്കണ്ട. നമ്മുടെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിട്ട് കിട്ടാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ടാബിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ബിൽ ക്വാളിറ്റിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇതിൽ 156 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 7.99 mm തിക്നെസ് വരുന്നുള്ളൂ. ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് തന്നെ പറയാം. ശരിക്കും ഒരു കോമ്പാക്ട് ഫോൺ സെഗ്മെന്റിൽ വരുന്നതാണല്ലോ. പിന്നെ ഓൾറെഡി പറഞ്ഞ 3 കളറിൽ അവൈലബിൾ ആണ്. അതിൽ ഇത് ബ്ലൂ ആണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കളർ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും, ബ്ലൂ എന്ന് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ബിൽ ക്വാളിറ്റി എല്ലാം അലുമിനിയം ബിൽഡാണ് വരുന്നത്. നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കും ഫ്രണ്ടും ഗ്ലാസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ IP68 IP69 സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ളത് ഡിസ്പ്ലേയിലേക്കാണ്. ഡിസ്പ്ലേ എന്ന കാര്യം പറയുമ്പോൾ നമുക്ക് 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO ഡിസ്പ്ലേ തന്നെയാണ്, AMOLED ആണ്, പറയേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമുക്ക് PWM ഡിമ്മിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് 2160 ഹെർട്സിൻ്റെ. അതുപോലെ HDR+ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് 5000 ആണ് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കണം, HBM നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 1.5K ഡിസ്പ്ലേ ആണ്, പറയാൻ പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എന്താ പറയുക, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് എന്താ പറയുക, മറ്റേ സാധനമല്ല, ഒപ്റ്റിക്കൽ നോർമൽ ടൈപ്പാണ് വരുന്നത്. പിന്നെ താഴെയാണ് കേട്ടോ, കണ്ടു. പക്ഷേ ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, അത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു വ്യൂയിങ് എക്സ്പീരിയൻസ്, ചെറിയ ഡിസ്പ്ലേ ആണ്, പക്ഷെ എന്നാലും നിങ്ങളൊരു എന്താ പറയുക, മീഡിയ കൺസെപ്ഷനൊക്കെ ആണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും നല്ല കിടയിലും ഡിസ്പ്ലേ തന്നെയാണ്, ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് പോവാം. FunTouch OS ആണ് വരുന്നത്, 15 ആണ് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. നമുക്ക് Android 15 ആണ് സാധനം. പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒറിജിനൽ OS ആണ് വരാൻ പോകുന്നത്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. X200F എന്തായാലും കിട്ടും, പക്ഷേ ആദ്യം കിട്ടാൻ പോകുന്ന X200 Pro സീരീസിനാണ്. അതിൻ്റെ ഓൾറെഡി എന്താ പറയുക, ബീറ്റ വേർഷൻ സൈനപ്പ് ഇതൊക്കെ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീറ്റ വേർഷൻ തന്നെ ഇപ്പോൾ മിക്കവാറും അടുത്ത മാസം വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് അപ്ഡേറ്റ് വരുന്നത് 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റാണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് അപ്ഡേറ്റ് ഷെഡ്യൂൾ തന്നെയാണ്. കറക്റ്റായിട്ട് എല്ലാ മാസവും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. OnePlusൻ്റെ അത്ര ഫാസ്റ്റ് അല്ല, എന്നാലും
കറക്റ്റായിട്ട് കുഴപ്പമില്ലാണ്ട് കറക്റ്റായിട്ട് റെഗുലറായിട്ട് അപ്ഡേറ്റ് വരുന്നൊരു ബ്രാൻഡാണ് വിവോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും വൺ ടച്ച് വോയിസ് എന്തായാലും മാറാൻ പോകണം. അപ്പോൾ അതിൻ്റെ കോൺസും കാര്യങ്ങളൊന്നും എന്തായാലും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നുവെച്ചാൽ വൺ ടച്ച് വോയിസ് അത്യാവശ്യം ബഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമാണ്. പിന്നെ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല, ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഒറിജിനൽ വോയിസ് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബെറ്റർ ആവും, അത് ഉറപ്പാണ്. പിന്നെ നമുക്ക് എന്തായാലും പെർഫോമൻസ് സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയമൻസിറ്റി 3000+ എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 90 lakh ആണ് നമുക്ക് ആൽറ്റോ സ്കോറും കണക്ക് വരിക. അത് ബെഞ്ച് മാർക്കാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോർമൽ യൂസേജിലോ സംഭവത്തിലൊന്നും ഒരു ഇഷ്യൂസും കാണുന്നില്ല. അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. DDR5X RAM ആണ് വരുന്നത്. 12 GB ഞാൻ പറഞ്ഞ പോലെ തന്നെ UFS 3.1 ആണ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്. 256 കിട്ടും, 512 കിട്ടും. പിന്നെ അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ ഇതുവരെയായിട്ട് ഒരു ഫ്രെയിം ഡ്രോപ്പോ അല്ലെങ്കിൽ ലാഗോ സംഭവമൊന്നും ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു ഹെവി യൂസർ ആണെങ്കിൽ പോലും വലിയ കാര്യമുള്ള ഇഷ്യൂസും കാര്യമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ പ്രൊസസ്സർ ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 8 Lite കിട്ടുന്നുണ്ട് നമ്മുടെ OnePlus 13s. അപ്പോൾ അത് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അവർക്ക്. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് എന്തായാലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ X200 FE നമുക്ക് 9400 ആണല്ലോ കിട്ടുന്നത്. അടുത്ത് നമുക്ക് X300 FE X300 സീരീസിൽ വരാൻ പോകുന്നത് 9500 ആണ്. അപ്പോൾ ഒരു മിക്ക ഡയമൻസിറ്റി സീരീസിൽ തന്നെ അവർ പോകുന്നത്, എന്തായാലും സ്നാപ്ഡ്രാഗൺ സീരീസിലേക്ക് അവർ പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ക്യാമറ സെഗ്മെന്റിൽ പോകാം. ഞാൻ കുറച്ച് സാമ്പിൾസും കാണൊക്കെ കാണിച്ചു തരാം. 50, 8 MP സെൻസേഴ്സാണ് വരുന്നത്. അപ്പോൾ സെൻസറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുന്നു. പ്രൈമറി 50 MP തന്നെയാണ്, 1.8 അപ്പർച്ചറിൻ്റെ. പിന്നെ ടെലിഫോട്ടോ 50 MP തന്നെയാണ്. നമുക്ക് അൾട്രാ വൈഡ് വരുന്നത് 8 MP ആണ്. ഫ്രണ്ട് 50 MP ആണ്. അതിൽ നമുക്ക് ഓട്ടോ ഫോക്കസും കാണൊക്കെ വരുന്നുണ്ട്. X200 Proയിൽ അതൊരു മിസ്സിംഗ് ആയിരുന്നു. ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഉണ്ടാകുന്നില്ല, ഇതിലവർ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി അതിൻ്റെ കാണുന്നുണ്ടായിരിക്കും. ഫോട്ടോസിനാണെങ്കിൽ കിഡിലൻസ് ആണെന്ന് തന്നെയാണ്, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഈ X സീരീസ് ഫോണുകൾക്ക് വിവോൻ്റെ സെപ്പറേറ്റ് അൽഗോരിതം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാണാൻ ഭയങ്കര ലുക്കായിട്ടൊക്കെയുള്ള ഒരു ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയിടുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ക്യാമറ എന്താ പറയുക കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും വിവോയുടെ X സീരീസ് ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവരുടെ അൽഗോരിതം ബേസ് ആയിട്ടുള്ള വരുന്ന സംഭവമാണ്, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. അപ്പോൾ സെൻസറും വലിയ മോശമില്ലാത്ത സെൻസറാണ്, ഭയങ്കര ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് സെൻസർ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ ആകുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് വീഡിയോ ആയാലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾ അത്രയ്ക്കും പ്രതീക്ഷിക്കാൻ പാടില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല സംഭവം കിട്ടുന്നുണ്ട്. പിന്നെ ആകെ ഒരു സംഭവം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന സമയം നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അത് പ്രോസസ്സ് ആവാൻ കുറച്ച് സെക്കൻഡ്സുകൾ എടുക്കും. നമ്മുടെ എന്താ പറയുക, നിങ്ങൾ ഓൾറെഡി പിക്സൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പിക്സലിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സ് എടുത്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സായിട്ട് വരിക. അതേ പരിപാടി ഇതിലും ആ ഒരു ചെറിയ സംഭവം ലാഗ് എന്ന് പറയാൻ പറ്റില്ല. അത് അവർ എന്താ വെച്ചാൽ ഈ പ്രൊസസ്സർ ഭയങ്കര പവർഫുൾ അല്ല, അണ്ടർ പവർഡ് പ്രൊസസ്സറൊന്നും അല്ല. എനിക്ക് തോന്നുന്നത് പ്രൊസസ്സറിൻ്റെ ഇഷ്യൂ അല്ല തോന്നുന്നുണ്ട്. പക്ഷേ ഈ സെയിം ഇഷ്യൂ X200 Proയിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഇവരുടെ അൽഗോരിതം ഭയങ്കര ഹെവി ആയിട്ടാണോ സംഭവം എന്ന് ഇതിലോട്ട് പിടിയിട്ടില്ല. മിക്കതും ചിലപ്പോൾ ഇനി ഒറിജിനൽ വോയിസ് വരുമ്പോൾ ആ ഇഷ്യൂ സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല കേട്ടോ. മിക്കതും വൺ ടച്ച് വോയിസിൻ്റെ പ്രശ്നമായിരിക്കും അത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ സെഗ്മെൻറ്റ് വിട്ടുപിടിക്കാം. ഇനി നമുക്ക് സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. എവിടെത് നമുക്ക് ഇനി ബാറ്ററി സെഗ്മെന്റിലേക്ക് പോകാം. 6500 mAh ബാറ്ററിയാണ്. ഓൾമോസ്റ്റ് 10 മണിക്കൂർ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂസും കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡഡ് ആണ് ബോക്സിൽ. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ സുഖമായിട്ട് ഫുൾ ചാർജ് കിട്ടും ചെയ്യും. ഹീറ്റിംഗ് ഇഷ്യൂ സംഭവം നമ്മൾ ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. നോർമൽ വാർമിംഗ് ഉണ്ട്, അത് എല്ലാ ഫോണുകളും ഉള്ളതാണ്. അപ്പോൾ വാർമിങ്ങിനെ പ്രത്യേകിച്ച് ഹീറ്റിംഗ് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയുന്നതായിരിക്കും. അത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, പ്രത്യേകിച്ച് ഇത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ഡിവൈസ് നോർമൽ വാം ആവണത് നോർമലാണ്. അത് വലിയ കാര്യമായിട്ടുള്ള ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ നേരം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് വാമാവുന്നുണ്ട്. അല്ലാത്ത പക്ഷം തീരെ അല്ലെങ്കിൽ തീരെ ഹീറ്റിങ്ങോ വാമെന്നോ പറയാനില്ല കേട്ടോ. അപ്പോൾ അത് ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ആ സെഗ്മെന്റിലും ഹൈ ക്വാളിറ്റി തംസ് അപ്പ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു 50,000 രൂപ, പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാർഡ് ഡിസ്കൗണ്ട് കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് 50,000 രൂപ കിട്ടുന്നുണ്ട്. 55 നോർമൽ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന സ്ഥലം ഞാൻ പറയണേ, നിങ്ങൾ യെല്ലോ എടുത്താൽ മതിട്ടാ. യെല്ലോ ഉണ്ട് ഒരു വെറൈറ്റി കളർ. ഇത് അത്ര പോരാ. ഇത് ശരിക്കും കറക്റ്റ് ബ്ലൂ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ബ്ലൂ അല്ല വൈറ്റും അല്ല, അങ്ങനത്തെ ഒരു കളറായിപ്പോയി. പക്ഷേ ബ്ലാക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്കിതിൽ ഓറ ലൈറ്റ് ആണ് വരുന്നത്. ക്യാമറയുടെ സെഗ്മെന്റിൽ ഞാൻ പറയാൻ പറഞ്ഞു, നോർമൽ LED അല്ല കേട്ടോ. ഇത് നമുക്ക് 2 ടോണിലേക്ക് മാറ്റാൻ പറ്റും, വാമും കൂളിലേക്കൊക്കെ മാറ്റാൻ പറ്റും. നല്ലൊരു പരിപാടിയാണ്. നോർമൽ LED കാട്ടും എന്തുകൊണ്ടും ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഭയങ്കര ഹാർഷായിട്ട് ലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ലുക്കും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ എന്താ പറയുക സ്റ്റുഡിയോ ലൈറ്റൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കില്ല, അതേ ഒരു ലുക്ക് നമുക്ക് ഇത് റിംഗ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്.
അപ്പോൾ എന്തുകൊണ്ട് LED ലൈനായിട്ടും ബെറ്റർ ആണ്. നിങ്ങൾ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എടുത്ത് പറയാൻ പറഞ്ഞു. പിന്നെ ഇതിൽ നമ്മുടെ ഈ ടൈപ്പ് സി ഞാൻ പറയാൻ പറഞ്ഞത് 2.0 ആണ് വരുന്നത്. അതൊരു ഡൗൺ സൈഡാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഡാറ്റാസ് നമ്മുടെ SSD-ലേക്കൊക്കെ എന്താ പറയുക SSD-ലേക്കൊക്കെ നമുക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നും. അല്ലാത്തവർക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെർഡിക്റ്റ്. നിങ്ങളൊരു ക്യാമറ ഫോൺ, പ്രത്യേകിച്ച് ഒരു കോമ്പാക്ട് ക്യാമറ ഫോൺ അണ്ടർ 50,000 നോക്കുന്നുണ്ടെങ്കിൽ തംസ് അപ്പ് ആണ്. കണ്ണ് പൂട്ടിയെടുത്തോ, കിടിലൻ സാധനം. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പക്ഷേ എന്താ കുഴപ്പമെന്ന് അറിയാം, ഈ പ്രൈസിന് ഈ സെറ്റപ്പ് ക്യാമറ സെറ്റപ്പ് നമുക്ക് വിവോൻ്റെ V60-ലും കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ പ്രൊസസ്സർ ഇത്രയ്ക്ക് പവർഫുൾ അല്ല. എന്നാലും എന്താ പറയുക, ഈ സെയിം ക്യാമറ പെർഫോമൻസ് പറയുമ്പോൾ അതിൽ സൈസ് പാർട്ട്ണർഷിപ്പും ഇല്ല. അതാണ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ ഒരു സെയിം സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ വിവോസ് V60-ൽ നമുക്ക് എന്തായാലും പ്രൊസസ്സർ ഇതെല്ലാം തോന്നുന്നുണ്ട്. അത് ഈ സെയിം പ്രൊസസ്സർ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അതാണ് കുഴപ്പം. എന്ന് വെച്ചാൽ ഇതിലവർ ജസ്റ്റിഫൈഡ് അല്ല ഈ ക്യാമറ സെറ്റപ്പിലും ഇതിലും. എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു V60 എന്ന് പറഞ്ഞ മോഡൽ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അത് കൊണ്ടുവന്ന ഒരു 37-38 രൂപയ്ക്ക് പ്രൊസസ്സർ അതല്ല, സ്നാപ്ഡ്രാഗൺ Gen 4 ആണ്, 7 Gen 4 ആണ്. അപ്പോൾ വലിയ മോശമില്ല. പക്ഷേ അതിൻ്റെ ക്യാമറ സെറ്റപ്പൊക്കെ സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ തന്നെയാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നല്ല അത്യാവശ്യം ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സൈസ് പാർട്ണർഷിപ്പ് ഇല്ലാനുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്യാമറാസും ഇതിൻ്റെ ക്യാമറാസും ഔട്ട്പുട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സംഭവമൊക്കെ കിട്ടും. ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു 90% മാർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അതിനാണെങ്കിൽ നമുക്കൊരു 80 to 85 റേഞ്ചിൽ കൊടുക്കാം. അപ്പോൾ വലിയ ഡിഫറൻസ് പറയാനില്ല. പക്ഷേ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു 15,000, 12,000, 13,000 രൂപ ഡിഫറൻസും വരുന്നുണ്ട് പ്രൈസിൽ. അപ്പോൾ അവിടെയാണ് ഒരു പ്രോബ്ലം വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ നല്ലൊരു കോമ്പാക്ട് ഫോൺ പ്ലസ് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13S ആണ് എന്തുകൊണ്ടും ബെറ്റർ OnePlus. പ്ലസ് നിങ്ങൾക്ക് ഒരു കിടിലൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കിട്ടും. അപ്പോൾ ഇത് ശരിക്കും നിങ്ങളൊരു ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. എന്തായാലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ബൈ.